എന്ന് പറഞ്ഞ ആൽബത്തിൽ വളരെ സർപ്രൈസിങ് ആയിട്ട് തോന്നിയ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങളിപ്പോൾ ഓരോ പാട്ട് ചെയ്യുമ്പോഴും എനിക്കും ഷാനിനും ഫീൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുവരെ ചെയ്തതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് ഇതാണെന്ന്, ഈ പാട്ടാണ്, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാട്ടാണെന്ന് ഓരോ തവണയും തോന്നാറുണ്ട്. അപ്പോൾ ഈ ആൽബത്തിന് വേണ്ടിയിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 15-20 പാട്ടുകളിലധികം 20 പാട്ടുകളിലധികം അവൻ കമ്പോസ് ചെയ്തിട്ടുണ്ട്. പല പാട്ടുകളും നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. അങ്ങനെ പല പാട്ടുകളും ഒഴിവാക്കിയിട്ടുണ്ട്. ഒരു 1-2 വർഷത്തിനിടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോഴൊക്കെ ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ ഫിൽറ്റർ ചെയ്ത് ഒരു 5 പാട്ടുകൾ റെഡി ആയിട്ടുണ്ടായിരുന്നു, ഒരു 6 പാട്ട് റെഡി ആയിട്ടുണ്ടായിരുന്നു. അവസാനം ചെയ്ത 2 പാട്ടുകളിലൊന്നാണ് കോളേജ് എന്ന് പറയുന്ന സോങ്. അവസാനം ചെയ്ത പാട്ടുകളിലൊന്നാണ്. അപ്പോൾ എന്താ പറയുക, ഷാൻ എനിക്ക് ഒരു 4-5 പാട്ടുകൾ അവൻ കമ്പോസ് ചെയ്തത് അയച്ചു തന്നു. അപ്പോൾ അതിൽ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ഇതിൽ ബെറ്ററായിട്ട് തോന്നുന്ന ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ മുകളിൽ വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ അയച്ചു തന്ന ട്യൂണും ഒരു റഫ് പ്രോഗ്രാമിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ എൻഡിൽ അത് നമ്മുടെ കോളേജ്. അപ്പോൾ എനിക്ക് അത് പെട്ടെന്ന്, സാധാരണ ഷാൻ ട്യൂൺ അയക്കുമ്പോൾ ഒരു ഹുക്ക് ലൈനൊന്നും അവൻ പാടാറില്ല. പക്ഷേ ഈ പാട്ടിന് ശരിക്കും അവൻ ജസ്റ്റ് യൂഷ്വലി അവൻ അയക്കുമ്പോൾ ട്യൂൺ മൂളി ഇട്ടിട്ട് ബാക്കി പ്രോഗ്രാമിങ് ചെയ്തിട്ടാണ് അയക്കുന്നത്. പക്ഷേ ഈ പാട്ടിന് അവനിങ്ങനെ അത് നമ്മുടെ കോളേജ്, അത് ശരിക്കും ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം ഫ്രണ്ട്ഷിപ്പിനെ പറ്റിയിട്ടുള്ള പാട്ടുകൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്, പ്രണയഗാനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ കോളേജിൻ്റെ ഒരു നൊസ്റ്റാൾജിയും, കോളേജ് നമ്മളെല്ലാവരും കോളേജിൽ പഠിച്ചവരാണ്, കോളേജിൽ നിന്ന് പാസ് ഔട്ട് ചെയ്തവരാണ്. അപ്പോൾ കോളേജിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഫീൽ ചെയ്യുന്ന ഒരു ടൈപ്പ് ഒരു പാട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ദാറ്റ് വാസ് സംതിങ് ന്യൂ. അപ്പോൾ എനിക്കത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞാൻ ഷാനിനെ ഉടനെ വിളിച്ച് പറയുകയും ചെയ്തു, നമുക്ക് ഈ പാട്ട് എന്തായാലും ചെയ്യണം, നമ്മുടെ ആൽബത്തിൽ ഈ പാട്ട് ഉണ്ടാവണം എന്ന് പറഞ്ഞു. അങ്ങനെ മദ്രാസിൽ വെച്ചിട്ട് തന്നെ എനിക്ക് എന്തോ പെട്ടെന്ന് ചില വരികളിൽ ഇങ്ങനെ മനസ്സിൽ വരികയും ഞാൻ ഷാനിനെ അത് വിളിച്ച് പറയുകയും ചെയ്തു. വേഗം തേടും ലോകത്തിൻ തോഴർന്ന് വാനോളം ആശകൾ നിറയും സഞ്ചാരികളെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവന് ലിറിക്സ് ഞാൻ ഫോണിൽ പറഞ്ഞു കൊടുത്തു. അവനത് രസമായിട്ട് തോന്നി. അങ്ങനെ ഞങ്ങൾ ഈ പാട്ടിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഈ പറയുന്ന പോലെ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതിന് ശേഷം അടിച്ചു പൊളിച്ച് ശരിക്കും എൻജോയ് ചെയ്തിട്ടാണ് ഈ പാട്ട് ചെയ്തത്. ഇതിൻ്റെ ഒരു ഫൈനൽ സ്റ്റേജിലൊക്കെ ശരിക്കും ആ ഒരു കോളേജിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ഞങ്ങൾ ശരിക്കും ഫീൽ ചെയ്തായിരുന്നു. കാരണം ഇപ്പോൾ ഷാനിൻ്റെ കൂടെയുള്ള എല്ലാ വർക്കും ചെയ്യുന്ന സമയത്ത് ഒരു പാഷൻ ഡ്രിവൺ ആയിരുന്നു ശരിക്കും. അല്ലാതെ ഒരു കമ്പോസിങ്ങിന് വേണ്ടിയിട്ട് ഇരുന്നിട്ട് നമ്മളൊരു പാട്ടുണ്ടാക്കുക എന്നുള്ളതല്ല. അതിനപ്പുറം വളരെ ഇമോഷണലായിട്ടുള്ള ഒരു തലമുണ്ട് അതിന്. അപ്പോൾ ആ ഒരു കോളേജിൻ്റെ ഒരു നൊസ്റ്റാൾജിയ ശരിക്കും അനുഭവിച്ചുകൊണ്ട് തന്നെയാണ് ഈ പാട്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു ഫീൽ ആളുകൾക്കും കിട്ടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ പാട്ട് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങളുടെ എഡിറ്ററുടെ ബ്രദറാണ്, എഡിറ്റർ ശ്രീജിത്ത് സാരംഗ്. ശ്രീജിത്ത് ഞങ്ങളുടെ എല്ലാ പ്രോജക്റ്റിൻ്റെയും മുമ്പ് ഞങ്ങൾ ചെയ്തിട്ടുള്ള എല്ലാ പ്രോജക്റ്റിൻ്റെയും എഡിറ്ററാണ്. അപ്പോൾ ശ്രീജിത്തിൻ്റെ അനിയനാണ് ഇതിൻ്റെ ഡയറക്ഷൻ ചെയ്തിട്ടുള്ളത്, സുജിത് സാരംഗ്. സുജിത്ത് ഇപ്പോൾ അടിയാർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്, സിനിമാറ്റോഗ്രാഫി സ്റ്റുഡൻ്റാണ്. അപ്പോൾ കോഴിക്കോട് ആണ് ഇതിൻ്റെ ഷൂട്ടിംഗ് തുടങ്ങുന്നത്. അപ്പോൾ കോഴിക്കോടുള്ള ചില സുഹൃത്തുക്കളുടെയൊക്കെ കൂടെ ഞങ്ങൾ ചില ലൊക്കേഷൻസൊക്കെ കാണാൻ പോയി. അങ്ങനെ ഒരുപാട് ലൊക്കേഷൻസ് കണ്ടു. പക്ഷേ ഞങ്ങൾ ചില കോളേജസ് ട്രൈ ചെയ്തു, അത് ശരിയായില്ല. ഞങ്ങളുടെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള ഒരു സംഭവം കിട്ടാത്ത പോലൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷേ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു സുദർശൻ ബംഗ്ലാവ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് ഞങ്ങൾക്ക് വളരെ രസകരമായിട്ട് തോന്നിയ ചില ലൊക്കേഷൻസ് കണ്ടുപിടിക്കാൻ സാധിച്ചു. അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഷൂട്ടിംഗ് തുടങ്ങി. പിന്നെ ഇതിൻ്റെ ചില പോർഷൻസ് ഞങ്ങൾ മുഴപ്പിലങ്ങാട് ബീച്ചിൽ വെച്ച് ഷൂട്ട് ചെയ്തു. അത്യാവശ്യം വേണ്ട കോളേജ് ഷോട്ട്സൊക്കെ മെറ്റ്സ് കോളേജിൽ വെച്ചിട്ട്, മാളയിലുള്ളൊരു പുതിയൊരു എഞ്ചിനീയറിംഗ് കോളേജാണ്. അപ്പോൾ മെറ്റ്സിലെ സ്റ്റുഡൻസിൻ്റെയൊക്കെ ഒരുപാട് ഹെൽപ്പ് ഞങ്ങൾക്കുണ്ടായിരുന്നു. അവരൊക്കെ വളരെ ആത്മാർത്ഥതയോട് കൂടിയിട്ട് തന്നെ ഞങ്ങളുടെ കൂടെ നിന്നു. അതുകൊണ്ട് നല്ല രീതിയിൽ ഈ വീഡിയോ
ചെയ്യാൻ പറ്റിയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ചെയ്തിട്ടുള്ള വീഡിയോസിൽ വെച്ചിട്ട് ഏറ്റവും ഫീലുള്ളൊരു വീഡിയോ ആയിട്ട് ഇത് വന്നിട്ടുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇതിൻ്റെ ഡയറക്ടറും ക്യാമറാമാനും ഒക്കെ സുജിത് സാരനാണ്. അപ്പോൾ സുജിത്തിൻ്റെ ഒരു ഡയറക്ടോറിയൽ ക്രാഫ്റ്റ് ശരിക്കും ഈ വർക്കിൽ കാണാനുണ്ട്. എനിക്കതിൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ ഷാൻ്റെ മ്യൂസിക് ആയാലും ഇതിൽ അഡീഷണൽ വോയിസസ് ചെയ്തിട്ടുള്ള ദിവ്യ, പിന്നെ ശ്രീജിത്തിൻ്റെ എഡിറ്റിംഗ്, ഞങ്ങളുടെ ഫുൾ ക്രൂ എല്ലാവരും വളരെ വളരെ പാഷനോട് കൂടിയിട്ട് വർക്ക് ചെയ്ത ഒരു പ്രോജക്റ്റാണിത്. അപ്പോൾ ഐ എം വെരി ഹാപ്പി ദ വേ ഇറ്റ് ഹസ് കം ഔട്ട്. കോഫി അറ്റ് എം ജി റോഡ് എന്ന് പറഞ്ഞ ആൽബത്തിന് വേണ്ടി ഏറ്റവും ആദ്യം കമ്പോസ് ചെയ്ത പാട്ടുകളിലൊന്നാണ് പലവട്ടം. പലവട്ടത്തിനെ പറ്റി പറയുകയാണെങ്കിൽ ഞങ്ങൾ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ക്രേസി ആയിട്ടുള്ള പാട്ട്, ഏറ്റവും ഭ്രാന്തമായിട്ടുള്ളൊരു പാട്ടാണത്. കാരണം ഇപ്പോൾ ഷാൻ്റെ ഞങ്ങളുടെ ആൽബത്തിലുള്ള എല്ലാ പാട്ടുകളും ഞാനും ഷാനും കൂടെയുള്ളൊരു ജാമിങ്ങിലാണ്. ഓൾമോസ്റ്റ് ഓൾ ദ സോങ്സ് ഞങ്ങൾ ഒരുമിച്ചുള്ള ഈ ലേറ്റ് നൈറ്റ് ജാമിങ്ങിലാണ് എല്ലാ പാട്ടുകളും ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഉണ്ടായൊരു സോങ് ആയിരുന്നു. ആ ജാമിങ്ങിൽ ഏറ്റവും ഹരം കൊണ്ട് ചെയ്ത പാട്ടുകളിലൊന്നായിരുന്നു പലവട്ടം. ഈ പാട്ട് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് 2 വർഷം മുമ്പാണ്. ഈ പാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തതിൽ വെച്ചിട്ട് ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്ത് ഫിനിഷ് ചെയ്ത ഒരു പാട്ട്. അതായത് അതിൻ്റെ കമ്പോസിങ്, അതിൻ്റെ ലിറിക്സ്, അതിൻ്റെ റഫ് പ്രോഗ്രാമിങ് ഇതൊക്കെ ചെയ്ത് തീർത്തത് 1 മണിക്കൂറിനുള്ളിലാണെന്നുള്ളതാണ് അതിൻ്റെ ഒരു ഭയങ്കര. ഇപ്പോഴും ഞങ്ങൾക്ക് ആലോചിക്കുമ്പോൾ അതൊരു അത്ഭുതമാണ്. കാരണം അത്രയും ഫസ്റ്റായിട്ട് ഒരു പാട്ടും ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ അന്നത്തെ ഒരു ഈ പലവട്ടം എന്ന് പറഞ്ഞ പാട്ട് ചെയ്യുന്ന ആ ഒരു രാത്രി ഭയങ്കര ഒരു ഭയങ്കര രസമുള്ളൊരു ടൈമായിരുന്നു അന്ന്. ശരിക്ക് ഒരു എന്താ പറയുക, ആളുകൾക്ക് വളരെയധികം ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ളൊരു പാട്ടായി വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അപ്പം തന്നെ ഫീൽ ചെയ്തായിരുന്നു. പിന്നെ ഈ പാട്ടിനെ പറ്റി ആലോചിക്കുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ വന്നത് എന്ന് പറയുന്നത് ഒരു ആർട്ടിസ്റ്റിൻ്റെ മുഖമാണ്, സലീം കുമാർ. ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിട്ടുള്ളത്, ഇതിപ്പോൾ 2006 ഇതിൻ്റെ കമ്പോസിങ് നടക്കുന്നത്. കമ്പോസിങ് നടന്ന് ഇതിൻ്റെ വിഷ്വൽ ഐഡിയ മനസ്സിൽ കയറി തുടങ്ങിയോ തൊട്ട് ഇതിനെപ്പറ്റി ആലോചിക്കുമ്പോഴൊക്കെ സലീം കുമാറിനെ പറ്റിയാണ് എപ്പോഴും ആലോചിച്ചിട്ടുള്ളത്. സലീമേട്ടൻ്റെ അടുത്ത് ഞാൻ പക്ഷേ നേരത്തെ സംസാരിച്ചിട്ടുണ്ടായിരുന്നല്ലേ. പലവട്ടത്തിൻ്റെ ഒരു ഷൂട്ടിംഗ് ചെയ്യാനുള്ള കോൺസെപ്റ്റൊക്കെ നേരത്തെ ആലോചിച്ചിരുന്നത് ഒരു അണ്ടർവേൾഡ് ഡോണിൻ്റെ വളരെ ഡാർക്ക് ഹ്യൂമർ ഫീൽ ചെയ്യുന്ന രീതിയിലുള്ളൊരു റൊമാൻസ് ആണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത്. ഒരു ഇറ്റാലിയൻ സ്റ്റൈലിലുള്ള ബിൽഡിങ്സും അതുപോലെയുള്ള ഫ്ലോറിങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു സംഭവമാണ് നേരത്തെ മനസ്സിലുണ്ടായിരുന്നത്. പക്ഷേ നമുക്ക് ആൽബം ആകുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ശ്രദ്ധിക്കണം, പിന്നെ ലൊക്കേഷൻ്റെ അവൈലബിലിറ്റി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ പിന്നീട് വന്ന ഒരു തീരുമാനമാണ് ഒരു ഹിപ്പ് ഹോപ്പ് സ്റ്റൈലിലുള്ള ഒരു വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ളത്. സലീമേട്ടൻ ഡാൻസ് ചെയ്ത് പെർഫോം ചെയ്തുകൊണ്ടുള്ള ഒരു വീഡിയോ. അങ്ങനെ ആലോചിക്കാൻ തുടങ്ങിയപ്പോഴേക്കും നേരത്തെ ആലോചനയേക്കാളും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാർ, എഡിറ്റർ സ്ഥിരം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീജിത്ത് തന്നെയാണ്. പിന്നെ ഓഫ് കോഴ്സ് ക്യാമറ ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ കൂടെ മുമ്പ് ചെയ്തിട്ടില്ലാത്ത ഒരാളാണ്, പ്രദീപ് പിള്ളൈ. പ്രദീപേട്ടൻ വളരെ എക്സ്പീരിയൻസ്ഡ് ആണ്. രവി കെ ചന്ദ്രൻ തൊട്ട് ഒരുപാട് ക്യാമറാമാൻമാരോടുകൂടി ഒരുപാട് വർഷങ്ങൾ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ക്യാമറാമാനാണ്. അതുപോലെ ആർട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ളത് നോബിൾ തോമസ്, ഞങ്ങളുടെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അതുപോലെ ആർട്ടിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളെ സഹായിച്ചിട്ടുള്ളത് സാലു കെ ജോർജ്, പിന്നെ അദ്ദേഹത്തിൻ്റെ അനുജൻ സുനിൽ കെ ജോർജ്. ഇവർ രണ്ടുപേരുമാണ്. സുനിലേട്ടനാണ് ശരിക്കും ആർട്ടിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങളുടെ കൂടെ നിന്ന് പണി ചെയ്യിച്ച് അങ്ങനെ വർക്ക് ചെയ്തത്. പിന്നെ എടുത്തു പറയേണ്ട 2 പേരാണ്. ഇതിൻ്റെ ക്യാമറാമാനെ പറ്റി ഞാൻ പറഞ്ഞു. ഇതിൻ്റെ കോസ്റ്റ്യൂമർ പ്രവീൺ, മേക്കപ്പ് മാൻ ജിജീഷ്. ഇവർ 2 പേരും ദേ ഹാവ് ഡൺ വണ്ടേഴ്സ് ഫോർ അസ്. കാരണം സലീമേട്ടൻ്റെ കോസ്റ്റ്യൂമും അദ്ദേഹത്തിൻ്റെ മേക്കപ്പും വളരെ എന്താ പറയുക, വളരെ ഇംപ്രസീവായിട്ട് വന്നതുകൊണ്ടാണ് ആ വീഡിയോന് ഈ ഒരു രീതിയിലുള്ള റിസൾട്ട് ഉണ്ടായിട്ടുള്ളത്. അവരുടെ രണ്ടുപേരുടെയും ഒരു കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്
വളരെ വലുതാണ്. പിന്നെ വേറൊരാൾ എടുത്തു പറയേണ്ട ഒരാൾ അതിൻ്റെ ഞങ്ങളുടെ പ്രോജക്റ്റിൽ എന്നെ അസോസിയേറ്റ് ചെയ്ത ഉണ്ണിച്ചേട്ടൻ. അപ്പോൾ ഉണ്ണിച്ചേട്ടൻ്റെയൊക്കെ സജഷൻസും ഞങ്ങളുടെ കൂടെ ത്രൂ ഔട്ട് ഷൂട്ടിൻ്റെ സമയത്തും അതിൻ്റെ പ്രീ പ്രൊഡക്ഷൻ്റെ സമയത്തും ഒക്കെ ഉണ്ടായിരുന്നു. ഇവരെ എല്ലാവരേക്കാളും എടുത്തു പറയേണ്ട ഒരാളുണ്ട്. ഞങ്ങൾ പറയുന്ന രീതിയിലുള്ള വിഷ്വൽസ് ചെയ്യാൻ ഞങ്ങൾക്ക് എല്ലാ ഫ്രീഡവും തന്ന ഞങ്ങളുടെ പ്രൊഡ്യൂസർ ഡിനോ ഫിലിപ്പോസ്. ഡിനോ ചേട്ടൻ തന്നെയാണ് ഞങ്ങളുടെ വീഡിയോ, കോഫി അറ്റ് MG റോഡിൻ്റെ പ്രൊഡ്യൂസർ ഡിനോ ചേട്ടനാണ്. ഞങ്ങളുടെ 2 വീഡിയോസും പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഡിനോ ചേട്ടനാണ്. അപ്പോൾ ഈ പലവട്ടത്തിൻ്റെ കാര്യത്തിലാണെങ്കിൽ, അതായത് കോൺസെപ്റ്റിൻ്റെ കാര്യത്തിലോ അതിൻ്റെ എക്സിക്യൂഷൻ്റെ കാര്യത്തിലോ സെറ്റുകളുടെ കാര്യത്തിലോ ഒരു രീതിയിലുള്ള കൺസ്ട്രെയിൻസും ഞങ്ങൾക്കൊരിക്കലും ഉണ്ടാക്കിയിട്ടില്ല എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഞങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു റിസൾട്ട് തീർച്ചയായിട്ടും ഈ 2 പാട്ടുകളിലും പലവട്ടത്തിലും കോളേജിലും തീർച്ചയായിട്ടും കാണാൻ സാധിക്കും. പിന്നെ ഞാൻ എടുത്തു പറയേണ്ട ഒരാൾ സലീമേട്ടനാണ്. സലീമേട്ടൻ്റെ ഒരു പെർഫോമൻസ് ശരിക്കും പറഞ്ഞാൽ സലീമേട്ടനെ പറ്റി ഞങ്ങൾ ആലോചിച്ച് തുടങ്ങുമ്പോൾ തന്നെ ഈ പലവട്ടത്തിൻ്റെ ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ഇപ്പോൾ സലീമേട്ടൻ വേണം എന്നുള്ള ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. സലീമേട്ടൻ വന്ന് ചെയ്താൽ നന്നായിരിക്കും എന്ന് ഞങ്ങൾക്ക് തോന്നിയായിരുന്നു. പക്ഷേ ഫസ്റ്റ് കോസ്റ്റ്യൂം ഈ ക്യാരക്ടറിൻ്റെ ഫസ്റ്റ് കോസ്റ്റ്യൂം ഇട്ടുകൊണ്ട് സലീമേട്ടൻ സെറ്റിലേക്ക് വന്നപ്പോൾ സത്യം പറഞ്ഞാൽ അതിശയിച്ചു പോയി. അപ്പോൾ ഷാനും അവിടെ ഉണ്ടായിരുന്നു. ഞാനും ഷാനും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ട് ഞങ്ങളിങ്ങനെ എന്താ പറയുക, ഞങ്ങൾ സ്റ്റണ്ടായി പോയി. കാരണം ഞങ്ങൾ പ്രതീക്ഷയിലും വളരെ ഹാൻസം ആയിട്ടുള്ള ഒരു 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 ലുക്കാണ് സലീമേട്ടന് ഉണ്ടായിരുന്നത്. ആ വീഡിയോന് വേണ്ട ഒരു ഭയങ്കര ഒരു ആറ്റിറ്റ്യൂഡും ഒരു സ്മാർട്ട്നെസ്സും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ പെർഫോമൻസിൻ്റെ കാര്യത്തിലാണെങ്കിൽ വളരെ നല്ല രീതിയിൽ കൊറിയോഗ്രാഫർ ഗോകുൽ വളരെ നല്ല രീതിയിൽ സലീമേട്ടനെ കൊണ്ട് അത് ചെയ്യിച്ചിട്ടുണ്ട്. അതോടൊപ്പം സലീമേട്ടൻ്റെ കൂടെ ഡാൻസ് ചെയ്തിട്ടുള്ള 4 പിള്ളേർ, ഒന്ന് നമ്മുടെ കോളേജിൻ്റെ ഡയറക്ടറായ സുജിത്ത് തന്നെയാണ് അതിൻ്റെ ഡാൻസ് ചെയ്തിരിക്കുന്നത്. സുജിത്ത്, സക്കറിയ, സനു, അനൂപ്, ഇങ്ങനെ 4 കുട്ടികൾ. അതോടൊപ്പം ഫീമെയിൽ ആർട്ടിസ്റ്റിൽ 3 പേരാണ് ചെയ്തിട്ടുള്ളത്. ലീഡായിട്ട് ബോണി എന്ന് പറയുന്ന കുട്ടിയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ അവരുടെ കൂടെ ബോണിയുടെ കൂടെ ജിൻസി, ടീന, ഇവരൊക്കെ എന്ന് പറയുന്നത് എന്താ പറയുക, ഞങ്ങളുടെ ഒരുപാട് ബഡ്ജറ്റ് കൺസ്ട്രെയിൻസിൽ തന്നെയാണ് വർക്ക് ചെയ്തത്. പക്ഷേ ഈ ഒരു പ്രോജക്റ്റിലുള്ള ഒരു താല്പര്യം കൊണ്ട് ഞങ്ങളുടെ കൂടെ നിന്ന് വളരെ ആത്മാർത്ഥമായിട്ട് ഇവരൊക്കെ ഞങ്ങളുടെ കൂടെ നിന്നു എന്നുള്ളത് തീർച്ചയായിട്ടും വലിയ കാര്യം തന്നെയാണ്. ഇതുവരെയുള്ള പ്രോജക്റ്റൊക്കെ ഒരു കൂട്ടായ്മയുടെ ഒരു ബലത്തിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ പലവട്ടം അങ്ങനെ തന്നെയാണ്. പലവട്ടത്തിൻ്റെ കാര്യത്തിലെല്ലാം ഫാസ്റ്റായിരുന്നു എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ എൻ്റെ കമ്പോസിങ്, ലിറിക്, പ്രോഗ്രാമിംഗ് ഒക്കെ ഞാൻ പറഞ്ഞു 1 മണിക്കൂറിനുള്ളിലാണ് അത് ചെയ്തത്. ഇതിൻ്റെ ഷൂട്ടിംഗ്, ഞങ്ങൾ ചെയ്ത എല്ലാ പാട്ടുകളുടെയും ഷൂട്ടിംഗ് ടൈം വെച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ചെയ്ത ഒരു പാട്ട് പലവട്ടമാണ്. അതായത് ഒരു രാത്രിയും ഒരു പകലും കൊണ്ടാണ് ഇത് ഫിനിഷ് ചെയ്തത്. കാരണം ഇത് അങ്ങനെ ഫിനിഷ് ചെയ്യണം എന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ടായിരുന്നു. ഫാസ്റ്റസ്റ്റായിട്ട് തന്നെ ഷൂട്ട് ചെയ്യണം, ബഡ്ജറ്റിൻ്റെ അകത്ത് നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളൊരാഗ്രഹം ഉണ്ടായിരുന്നു. ആ രീതിയിൽ തന്നെ സാധിച്ചു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. പ്ലീസ് വാച്ച് ഇറ്റ്. വിനീത് എപ്പോഴെങ്കിലും റെക്കോർഡിങ്ങിൻ്റെ ആവശ്യത്തിനോ ഈ ഷോസിൻ്റെ ആവശ്യത്തിനൊക്കെ കൊച്ചിയിൽ വന്നു കഴിഞ്ഞാൽ അവൻ താമസിക്കെപ്പോഴും കൊച്ചിയിലുള്ള എൻ്റെ ഫ്ലാറ്റിലാണ്. ഞാനും ഇതിൻ്റെ പ്രൊഡ്യൂസർ ഡിനോ ചേട്ടനും കൂടെ നമ്മൾ ഒരുമിച്ചായിരുന്നു കൊച്ചിയിൽ ഒരു 2 വർഷത്തോളം ഞങ്ങൾ അവിടെ ഒരുമിച്ച് താമസിച്ചിരുന്നു. അപ്പോൾ അവൻ വന്നു കഴിഞ്ഞാൽ ഞങ്ങളെപ്പോഴും ഒരുമിച്ച് ആണ് താമസം. പിന്നെ ഞങ്ങൾ ഈ രാത്രി മുഴുവൻ ഈ കമ്പോസിങ്ങും മ്യൂസിക് റിലേറ്റഡ് ടോപ്പിക്സൊക്കെ ആയിട്ട് സംസാരിച്ച് നേരം വെളുപ്പിക്കുന്ന ഒരു പതിവാണ്. എപ്പോൾ വന്നു കഴിഞ്ഞാലും അതൊരു റൂട്ടീൻ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അതുപോലെ ഞങ്ങളിങ്ങനെ സംസാരിച്ച് രാത്രി ഒരു 2 മണി 3 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ അവനും കൂടെ വണ്ടി എടുത്തൊന്ന് ഇറങ്ങും. രാത്രി MG റോഡിൽ 24 hours കോഫി ഷോപ്പുണ്ട്. അവിടെ ചെന്നിങ്ങനെ കാപ്പിയൊക്കെ കുടിച്ച് ഇതുപോലെ
പിന്നെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വീട്ടിൽ തിരിച്ചു വരും. അപ്പം അങ്ങനെ ആ കൂട്ടത്തിൽ വെച്ചുണ്ടായ ഒരു സംസാരത്തിനുണ്ടായ ഒരു പാട്ടാണ് ഈ പറഞ്ഞ പലവട്ടം എന്ന് പറഞ്ഞ പാട്ട്. അതിൻ്റെ വരികൾ പോകുന്നത്: പലവട്ടം കാത്തു നിന്ന് ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ എന്നാണ്. അപ്പോൾ അതൊരു ടോട്ടൽ മസാല സോങ് ആണ്. ഈ ആൽബത്തിൽ വെച്ച് ഏറ്റവും ക്രേസിയസ്റ്റ് ആയിട്ടുള്ളൊരു സോങ് ആണത്. അത് മാത്രമല്ല, അത് ഫ്രം കമ്പോസിങ് ടു എക്സിക്യൂഷൻ, അതായത് കമ്പോസ് ചെയ്ത് വരികൾ എഴുതി അതിൻ്റെ ഒരു റഫ് പ്രോഗ്രാമിംഗ് വരെ ചെയ്തത് 1 മണിക്കൂർ കൊണ്ടാണ്. അതായത് ഈ ആൽബത്തിൽ വെച്ച് ഏറ്റവും ഫാസ്റ്റായിട്ടുണ്ടായ ഒരു സോങ് അതായിരുന്നു. കാരണം ഭയങ്കര എനർജി ആയിരുന്നു. അത് തുടങ്ങിയതും അവൻ അപ്പം തന്നെ എഴുതി, പിന്നെ അതിന് ബാക്കി കമ്പോസ് ചെയ്ത് BG ചെയ്ത് ഒക്കെ വളരെ പെട്ടെന്നായിരുന്നു. ഭയങ്കര ഒരു ഫൺ ഫീൽഡ് സോങ് ആണത്. അതുപോലെ പലവട്ടത്തിൻ്റെ വീഡിയോയുടെ കാര്യം പറയുകയാണെങ്കിൽ, വിനീതാണ് വീഡിയോ ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ അഭിനയിച്ചിരിക്കുന്നത് സലീം കുമാറാണ്, സലീമേട്ടനാണ് അഭിനയിച്ചിരിക്കുന്നത്. വളരെ ഡിഫറെൻ്റായിട്ട് ചെയ്ത ഒരു ഹിപ്പ് ഹോപ്പ് വീഡിയോ ആണ്. അതായത് സലീമേട്ട കാണിച്ചിരിക്കുന്ന ഒരു ഫിൽത്തി റിച്ച് ഹിപ്പ് ഹോപ്പ് സ്റ്റാറായിട്ടാണ് അദ്ദേഹത്തെ അതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അതുപോലെ എല്ലാം നമ്മുടെ ഫ്രണ്ട്സ് തന്നെയാണ് എല്ലാം ചെയ്ത് അതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട് ഗോകുൽ, അതുപോലെ എഡിറ്റ് ചെയ്യുന്നത് നമ്മുടെ ശ്രീജിത്ത്. അങ്ങനെ എല്ലാം ഒരു ടോട്ടൽ ഒരു ടീം എഫർട്ടാണ്. കോളേജ് എന്ന് പറഞ്ഞ സോങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ, എനിക്ക് പേഴ്സണലി ആൽബത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സോങ് തന്നെ വേണമെങ്കിൽ പറയാം. എല്ലാം ഒരുപോലെ ഇഷ്ടപ്പെട്ടതാണ്, ഒരേ പാഷനോട് കൂടി തന്നെ ചെയ്തതാണ്. പക്ഷെ കോളേജ് കമ്പോസ് ചെയ്തപ്പോഴും വിനീത് വന്നിട്ട് അതിൻ്റെ ലിറിക്സ് എഴുതിയപ്പോഴൊക്കെ ഒരുപാടൊരു എനർജി ഫീൽ ചെയ്തിട്ട് കമ്പോസ് ചെയ്തതും ക്രിയേറ്റ് ചെയ്തൊരു സോങ്ങാണ് അത്. പിന്നെ അതുപോലെ അതിൻ്റെ റെക്കോർഡിങ് സെഷൻസിലൊക്കെ ഭയങ്കര എൻജോയ്മെൻ്റ് ആയിരുന്നു. വിനീത് പാടിയപ്പോഴും പിന്നെ അതിൻ്റെ അഡീഷണൽ വോയിസ് ചെയ്യാൻ വേണ്ടി ദിവ്യ വന്നപ്പോഴും മൊത്തത്തിലൊരു എനർജറ്റിക് ഫീലായിരുന്നു സോങ്ങിനുണ്ടായിരുന്നത്. ഒരുപാട് എൻജോയ് ചെയ്ത് കമ്പോസ് ചെയ്തൊരു സോങ് ആയിരുന്നു. ഞങ്ങൾ കോളേജ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചപ്പോൾ, ആദ്യം കോളേജ് സോങ് അല്ല ഞങ്ങൾ ശരിക്കും ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചത്, അത് ഫസ്റ്റ് തിങ്. പിന്നെ അത് കഴിഞ്ഞ് അത് കമ്പോസിങ്ങും അതിൻ്റെ സിംഗിങ് ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ തോന്നിയത്. കാരണം നമ്മൾ ഒരുവിധം എല്ലാ സോങ്സ്, ഇപ്പം ഫ്രണ്ട്സ് ഫോർ എവർ അതൊരു ഫ്രണ്ട്ഷിപ്പ് ബേസ്ഡ് ചെയ്തായിരുന്നു വീഡിയോ. പിന്നെ മിന്നലഴകി ഒരു ലവ് ബേസ്ഡ്. അപ്പം അങ്ങനെ ഫൈനലി ഞങ്ങൾ കോളേജ് ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു. അപ്പം അങ്ങനെ ഒരുപാട് ലൊക്കേഷൻസ് ആദ്യം മനസ്സിൽ വന്നത് നമ്മൾ വിചാരിച്ചത് ആദ്യം, പിന്നെ ബാംഗ്ലൂർ, പിന്നെ ഗോവ, ഇതൊക്കെയായിരുന്നു ലൊക്കേഷൻസ് മനസ്സിൽ വന്നത്. പക്ഷെ ഞങ്ങൾ ശരിക്കും എൻ്റെ നാട്ടിൽ, അതായത് കോഴിക്കോട് ഈ പരിസരങ്ങളിലൊക്കെ ഒന്ന് കറങ്ങിയപ്പോൾ ഒരുപാട് നല്ല ലൊക്കേഷൻസ് നമ്മൾ കണ്ടു. അങ്ങനെ പുറത്ത് എവിടെയും പോവാതെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമുക്കിവിടെ കോഴിക്കോട് വെച്ച് തന്നെ നമുക്ക് എല്ലാം ഷൂട്ട് ചെയ്യാൻ പറ്റി. കോഴിക്കോടും പിന്നെ കണ്ണൂർ മുഴപ്പിലങ്ങാട് ബീച്ചിൽ വെച്ചാണ് കുറേ ബീച്ച് ഷോട്ട്സ് ഒക്കെ എടുത്തത്. പിന്നെ അതുപോലെ മെറ്റ്സ് എഞ്ചിനീയറിംഗ് കോളേജ് മാള, അവിടുത്തെ സ്റ്റുഡൻസൊക്കെ ഒരുപാട് കോപ്പറേറ്റ് ചെയ്തിട്ട് അവിടുത്തെ കോളേജിൽ ഒരുപാട് ഷോട്ട്സ് എടുത്തു. അങ്ങനെയാണ് ഈ ടോട്ടൽ വീഡിയോ ഉണ്ടായിരിക്കുന്നത്. ഞാൻ സുജിത് സാറാണ്. ഈ കോഫി അറ്റ് MG റോഡ് എന്ന ആൽബത്തിൽ ഒരു സോങ് വന്നിട്ട് ഞാനാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. ഈ ആൽബത്തിനെ പറ്റി പറയാൻ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫുള്ളി ഒരു സുഹൃത്തുക്കളുടെ ആൽബമാണ്. അപ്പോൾ ഇതിൽ വർക്ക് ചെയ്തിരിക്കുന്നത് ഞാൻ, എൻ്റെ ഏട്ടൻ ശ്രീജിത്ത് സാറൻ, പുള്ളി എഡിറ്ററാണ്. അതായത് ഇതിന് മുമ്പ് മലയാളി എന്ന പ്രോജക്ട്സിലത്തെ സോങ്സൊക്കെ പുള്ളിയായിരുന്നു എഡിറ്റ് ചെയ്തത്, വീഡിയോസൊക്കെ. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു ഫ്രണ്ട്സ് റൊട്ടേഷൻ ആയ കാരണം ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ഭയങ്കര ഈസി ആയിരുന്നു. അപ്പോൾ ഒരു കോൺസെപ്റ്റ് ഞങ്ങൾ ആലോചിച്ച് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അതിനെ പറ്റിയിട്ടുള്ള ഡിസ്കഷനിലും എല്ലാതും ഭയങ്കര ഭയങ്കര ഈസി ആയിരുന്നു ഞങ്ങളുടെ തിങ്സൊക്കെ ഷെയർ ചെയ്യാൻ, ഞങ്ങളുടെ കാര്യങ്ങളും. പിന്നെ ഈ ആൽബത്തിൽ ഇപ്പോൾ 2 സോങ് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വന്നിട്ട് ഒരു സോങ് വന്നിട്ട് പലവട്ടം എന്ന സോങ്, ഒരു കമേഴ്ഷ്യൽ വീഡിയോ എന്ന് പറയാം. ഇതിൽ അഭിനയിച്ചിട്ടുള്ളത് കേരളത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കോമഡിയൻ സലീം കുമാർ.
അങ്ങനെ ഇതുവരെ ഫിലിമിൽ കണ്ട ഒരു രൂപത്തിനും ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ഒരു വിധം പുള്ളി ഒരു ഡാൻസൊക്കെ കളിച്ച് ഭയങ്കര ഒരു രസമായിരിക്കും, ഒരു ഹിപ്പ് ഹോപ്പ് സ്റ്റൈലിലായിരിക്കും. ഇതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ഫ്രണ്ടായ ഗോകുൽ, പുള്ളി ചെന്നൈയിലത്തെയാണ്. പുള്ളിയുടെ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കൊറിയോഗ്രാഫി ഇതിൽ കാണാൻ നിങ്ങൾക്ക്. പുള്ളി സലീം കുമാറിനെ കളിപ്പിച്ച് ഭയങ്കര ഒരു രസമായിരിക്കും ഈ വീഡിയോ. കോൺസെപ്റ്റും നോക്കിക്കഴിഞ്ഞാൽ ഒരു കോമിക്കായിട്ട് കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുന്നത്. പിന്നെ ഇതിൽ അടുത്ത സോങ് വന്നിട്ട് കോളേജ്. ഈ സോങ്ങിൽ ഞാൻ എൻ്റെ ഏട്ടനും രണ്ടുപേരും ഒന്നിച്ച് സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ തരുന്ന ഡയറക്റ്റ് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഞാനാണ്, എഡിറ്റ് ചെയ്തിരിക്കുന്നത് ഏട്ടനാണ്, ശ്രീജിത്ത് സാറങ്ങാണ്. അപ്പോൾ ഇത് ഒരു നൊസ്റ്റാൾജിക് ഫീൽ ക്രിയേറ്റ് ചെയ്യും ഈ സോങ്. അതും ഈ കോളേജ് ഫുള്ളായിട്ട് ഈ കോളേജ് ഫിനിഷ് ചെയ്ത് പോയ ആൾക്കാരൊക്കെ കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു ഫീൽ ക്രിയേറ്റ് ചെയ്യുന്ന പോലത്തെ ആയിരിക്കും ലിറിക്സ് പിന്നെ വിനീതായിരുന്നു അതിൻ്റെ ലിറിക്സ്. അപ്പോൾ അതിലത്തെ വിഷ്വൽസും ഏകദേശം കോളേജ് മെമ്മറീസിനെ ഫീൽ ചെയ്യിപ്പിക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ഇതായിരിക്കും. പിന്നെ ഇതിൽ ടെക്നിക്കലായിട്ട് പറയാൻ വെച്ച് കഴിഞ്ഞാൽ സിനിമാറ്റോഗ്രാഫി സൈഡ് വന്നിട്ട് ഫുൾ ഔട്ട്ഡോറിലാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇതിൽ ബാക്ക് ഡ്രോപ്പും പിന്നെ ലൊക്കേഷനൊക്കെ പുതിയ ടൈപ്പ് ആയിരിക്കും നിങ്ങൾക്ക് കാണാൻ. പിന്നെ കളർ ഗ്രേഡിങ്ങും ഇതൊക്കെ ഒരു ഡിഫറെൻറ്റ് കളേഴ്സ് ആയിരിക്കും ഇതിൽ കാണാൻ. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് വിനീതും ഷാനും ആണ്. അപ്പോൾ രണ്ടുപേരും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും ഇതിൽ നിങ്ങൾ കാണുന്നത്. അത് വിനീതിനും ഷാനിനും ഇതുവരെ കാണാത്ത ഒരു ലുക്കിലായിരിക്കും ഇതിൽ, ഒരു ഡിഫറെൻറ്റ് ലുക്കിലായിരിക്കും. അവരുടെ പെർഫോമൻസും ഏകദേശം അതായിരിക്കും. അപ്പോൾ ഈ 2 സോങ്ങാണ് മെയിനായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ അടുത്ത സോങ്സും ഞങ്ങൾ ഷൂട്ട് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. ഈ ആൽബത്തിൽ 8 സോങ് ഉണ്ട്. ഈ ആൽബം തുടക്കം മുതൽ എല്ലാ ഓരോരോ സോങ്ങും ഫിനിഷ് ചെയ്യുമ്പോൾ വിനീത് വന്ന് ഞങ്ങൾക്ക് കേൾപ്പിക്കാറുണ്ട്. അപ്പോൾ ഏട്ടൻ ശ്രീജിത്ത് സാറങ്ങും പിന്നെ എൻ്റെ അടുത്ത് വന്ന് കേൾപ്പിക്കുമ്പോൾ ഞങ്ങൾ ഓരോരോ സോങ് കേൾക്കുമ്പോഴും ഇത് ഷൂട്ട് ചെയ്യാം, ഇത് വിഷ്വലൈസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്കൊരു ഭയങ്കര ഒരു ആകാംക്ഷയായിരിക്കും. അപ്പോൾ അത് ചെയ്യുമ്പോൾ ആക്ച്വലായിട്ട് ഈ ഇതിൽ ഫൈനലായിട്ട് ഞങ്ങൾ ഷൂട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്ത് വന്നിട്ട് ഈ ആൽബത്തിൻ്റെ തീം സോങ് കോഫി അറ്റ് MG റോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സോങ്ങാണ്. അപ്പോൾ അത് ഞങ്ങൾ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പ്രീ പ്രൊഡക്ഷനിലൊക്കെ ഇരുന്ന് എല്ലാതായിട്ട് ഷൂട്ട് ചെയ്യണ 2 ദിവസം മുമ്പ്, അതായത് ഗോവയിൽ വെച്ചിട്ടായിരുന്നു ഷൂട്ടിംഗ് പ്ലാൻ ചെയ്തത്. 2 ദിവസം മുമ്പ് വിനീത് വന്ന് ശ്രീത ഈ ഒരു പുതിയ സോങ് കൂടി ചെയ്തിട്ടുണ്ട് കോളേജ് എന്ന് പറഞ്ഞ സോങ്, ഇതൊന്ന് കേട്ട് നോക്കുക എങ്ങനെയുണ്ടെന്ന് നോക്കുന്ന പറഞ്ഞു. അപ്പോൾ ഇട്ട് കേൾപ്പിച്ചപ്പോൾ 3 പേരുടെ മനസ്സിലും ഇത് ഷൂട്ട് ചെയ്യാമെന്നുള്ള മെൻറ്റാലിറ്റിയിലായിരുന്നു. പക്ഷെ 3 പേരെ എക്സ്പ്രസ് ചെയ്തില്ല. അപ്പോൾ പാട്ട് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങളിങ്ങനെ മുഖത്ത് നോക്കി ഇങ്ങനെ നിൽക്കായിരുന്നു. അപ്പോൾ വിനീത് ഏട്ടൻ്റെ അടുത്ത് പെട്ടെന്ന് ചോദിച്ചു, ശ്രീജിത്ത് നമ്മൾ ഈ സോങ് ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. ശരി, അപ്പോൾ ആ കോഫി അറ്റ് MG റോഡിലുള്ള സ്ക്രിപ്റ്റ് ചെയ്തതൊക്കെ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് ഞങ്ങൾക്ക് ഈ കോളേജ് സോങ്ങിന് പെട്ടെന്നായിരുന്നു എല്ലാതും നടന്നത്. അപ്പോൾ സ്ക്രിപ്റ്റിങ്ങൊക്കെ ഞങ്ങളിരുന്ന് 3 പേരും ഡിസ്കസ് ചെയ്ത് എല്ലാ കാര്യങ്ങളും ചെയ്ത് ലൊക്കേഷൻ നോക്കാൻ പോയി. അപ്പോൾ ഇവിടെ വെച്ചായിരുന്നു ഷൂട്ട്. അപ്പോൾ ഷൂട്ടിങ്ങൊക്കെ ഇതായി. അപ്പോൾ അങ്ങനെ ഈ കോളേജ് സോങ് തുടങ്ങിയതാണ്. അപ്പോൾ ഒരു പെട്ടെന്നായിരുന്നു ഈ സോങ് തുടങ്ങിയത്. അത് നന്നായിട്ട് വന്നു. പിന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. ഇതിൽ അടുത്ത സോങ് പലവട്ടത്തിനെ കുറിച്ച് പറയാൻ വെച്ച് കഴിഞ്ഞാൽ എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് സോങ് ആയിരിക്കും. ഇതുവരെ മലയാളത്തിൽ ഇങ്ങനത്തെ ഒരു സോങ്, ഒരു ഹിപ്പ് ഹോപ്പ് സ്റ്റൈലിലായിരിക്കും ഈ സോങ്. കുറേ ഡാൻസസും ഇതൊക്കെ ആയിട്ട്. ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് മലയാളത്തിലെ ലീഡിങ് കോമഡി ആക്ടറായ സലീം കുമാറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സലീം കുമാർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടാവും, സലീം കുമാർ എങ്ങനെ ഡാൻസ് കളിക്കും ഇങ്ങനെയൊക്കെ. പക്ഷേ ഇത് പുള്ളിയുടെ ഒരു വേറൊരു ലുക്കായിരിക്കും ഇത്. അങ്ങനെ കോസ്റ്റ്യൂംസ്, അങ്ങനത്തെ ലുക്കും, അങ്ങനെ ഡാൻസ് കളിപ്പിച്ച് ഒരു ഡിഫറെൻറ്റ് ലുക്കായിരിക്കും ഇത് കാണുമ്പോൾ. ഈ സോങ്ങിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളത് ചെന്നൈയിലത്തെ സുഹൃത്തായ ഗോകുൽ എന്ന കൊറിയോഗ്രാഫറാണ്. അപ്പോൾ അങ്ങേരുടെ സ്റ്റെപ്സൊക്കെ ഒരു ഡിഫറെൻറ്റ് സ്റ്റൈലിലായിരിക്കും സ്റ്റെപ്സും എല്ലാം വന്നിരിക്കുന്നത്. പിന്നെ സലീം കുമാറിനെ പുള്ളി കളിപ്പിച്ച് ഒരു ഡിഫറെൻറ്റ് ലുക്കായിരിക്കും. അപ്പോൾ ഈ പലവട്ടം സോങ്ങിൻ്റെ ഇനിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ഭയങ്കര കേട്ടോടനും കണ്ടോടനും ഭയങ്കര ഇഷ്ടപ്പെടും ഈ സോങ്. ഇതിൻ്റെ എഡിറ്റിംഗ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ ഏട്ടൻ ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് എഡിറ്റിംഗ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിൽ സിനിമാറ്റോഗ്രാഫി ചെയ്തത് ഈ സോങ്ങിൻ്റെ വന്നിട്ട് പ്രദീപ് പിള്ള എന്ന് പറഞ്ഞിട്ടുള്ള സിനിമാറ്റോഗ്രാഫറാണ്. പുള്ളി ഭയങ്കര എക്സ്ട്രീംലി ഒരു ഡിഫറെൻറ്റ് ലൈറ്റിംഗ് പാറ്റേൺ ഒക്കെ ചെയ്ത് ഒരു നല്ല ലുക്ക് തന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ആർട്ട് ഡയറക്ഷൻ ചെയ്തിട്ടുള്ള ഒന്ന് നോബിൾ, അങ്ങേരും വിനീതിൻ്റെ ഉറ്റ സുഹൃത്താണ്. ഞങ്ങളുടെ ഒരു ഫ്രണ്ട്സ് റൊട്ടേഷനാണ് ഇത് ചെയ്തിട്ടുള്ളത്. എല്ലാതും ഒരു ഹോം പ്രൊഡക്ഷൻ പോലെ ചെയ്യണ കാരണം വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഒരു കംഫർട്ടബിൾ ആയിരിക്കും. ഞങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങൾ ഈസി ആയിട്ട് ഒരു റെസ്ട്രിക്ഷനും ഇല്ലാണ്ട് ഞങ്ങൾക്ക് ഈസി ആയിട്ട് ഷെയർ ചെയ്തിട്ട് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് എടുക്കാനുള്ള ഒരു ഇതുണ്ട്.
ശ്രീജിത്ത് സാധൻ, ഈ കോഫി അറ്റ് എം ജി റോഡിൽ നിന്ന് ആൽബത്തിൻ്റെ എഡിറ്ററാണ്. കോഫി അറ്റ് എം ജി റോഡ് എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റ് വന്നിട്ട് നമ്മുടെ ഒരു ഡ്രീം പ്രോജക്റ്റാണ്. നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളാണ്. വിനീത്, ഷാൻ, മിസ്റ്റർ ഡീനോ ഫിലിപ്പോസ്, അങ്ങനെയാണ് ഇതിൻ്റെ പ്രൊഡ്യൂസർ. ഈ ആൽബത്തിൽ മൊത്തം 8 പാട്ടുകളുണ്ട്. 8ഉം വളരെ ഡിഫറെൻറ്റ് കോൺസെപ്റ്റിൽ വിനീതും ഷാനും കൂടി ക്രിയേറ്റ് ചെയ്ത ഒരു ഡിഫറെൻറ്റ് പ്രോഡക്റ്റാണിത്. ഈ 8 പാട്ടുകളിൽ നമ്മളിപ്പോൾ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളത് 2 സോങ്സാണ്. ഒന്ന് വന്നിട്ട് പലവട്ടം, ഇനി ഒന്ന് കോളേജ്. പലവട്ടം എന്ന് പറഞ്ഞ സോങ് വളരെ ഡിഫറെൻ്റായിട്ട് മിസ്റ്റർ സലീം കുമാറിനെ വെച്ചിട്ട് ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സോങ്ങാണ്. അത് ഒരു ഹിപ്പ് ഹോപ്പ് സ്റ്റൈലിൽ എല്ലാവരും ഇങ്ങനത്തെ ഒരു രീതിയിൽ സലീം കുമാറിനെ പ്രസൻറ്റ് ചെയ്യണത് ആരും പ്രതീക്ഷിക്കില്ല. അതിൻ്റെ ഇത് ടെക്നിക്കലി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ അതൊരു കമേഴ്ഷ്യൽ വീഡിയോ കാരണം ഫാസ്റ്റ് കട്ട്സും അധികം എഫക്ട്സുകളില്ല, പക്ഷേ വേണ്ട രീതിയിൽ അത് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കളർ ഗ്രേഡിങ് വളരെ ഡിഫറെൻ്റ് ആയിരിക്കും. ഒരു നല്ലൊരു വീഡിയോ ആയിരിക്കും. കുട്ടികളിലിരുന്ന് എല്ലാവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു വീഡിയോ ആയിരിക്കും പലവട്ടം. കോളേജ് സോങ്ങിനെ പറ്റി നോക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സോങ് ഒന്ന് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. ഇപ്പോൾ കോളേജ് സോങ് അതിൻ്റെ കോൺസെപ്റ്റ് എങ്ങനെയെന്ന് പറഞ്ഞ ഒരു നോസ്റ്റാൾജിക് ഫീൽ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു രീതിയിലാണ് നമ്മൾ അതിനെ എടുത്തിരിക്കുന്നത്. വിനീതും ഷാനും അതിൽ വളരെ ഡിഫറെൻ്റ് ആയിട്ടാണ് അതിൽ നമ്മൾ കാണിച്ചിരിക്കുന്നത്. ഇതുവരെ വിനീതിനങ്ങനെ നിങ്ങളാരും കണ്ടിട്ടുണ്ടാവില്ല. അത്ര നന്നായിട്ട് വന്നിട്ടുണ്ട്. നമ്മളിപ്പോൾ സ്ക്രിപ്റ്റ് ചെയ്യാനുള്ള പ്രീ പ്രൊഡക്ഷൻ സമയത്തിൽ വളരെ ഒരു എൻജോയ് ചെയ്തിട്ടാണ് ഓരോരോ നിമിഷങ്ങളും നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് ഇതിൽ വർക്ക് ചെയ്യണത്. ഈ സോങ്സിലൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒരു ടീം വർക്ക് നിങ്ങൾക്ക് ശരിക്കും അറിയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രണ്ട് സർക്കിളാണ് എല്ലാവരും. വിനീത്, ഷാൻ, ഞാൻ, എൻ്റെ അനിയൻ സുജിത് സാറൻ, ഞാൻ ഇതിൻ്റെ പ്രൊഡ്യൂസർ മിസ്റ്റർ ഡീനോ ഫിലിപ്പോസ്, എല്ലാവരും ഒരു ഫ്രണ്ട്സാണ്. സോ നമ്മൾ ഒരു പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്പുട്ട് തന്നെ വളരെ ഡിഫറെൻ്റായിട്ട് വളരെ നല്ലൊരു രീതിയിൽ വന്നിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഈ വിഷ്വൽസ് കാണുമ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാവും. എൻ്റെ പേര് ഡിനോ ഫിലിപ്പോസ്. ഞാനാണ് കോഫി അറ്റ് എം ജി റോഡ് എന്ന ആൽബത്തിൻ്റെ പ്രൊഡ്യൂസർ. ഈ കോഫി അറ്റ് എം ജി റോഡ് ഉണ്ടാവാനുള്ള കാരണം, ഞാനിവിടെ എറണാകുളത്ത് അഞ്ജലി TVM ഫിലിം സ്റ്റുഡിയോ എന്ന് പറഞ്ഞ ഒരു സ്റ്റുഡിയോ നടത്തുന്നുണ്ട്. അത് റെക്കോർഡിങ്ങും എഡിറ്റിങ്ങും ഒക്കെ ചെയ്യുന്ന ഒരു സ്റ്റുഡിയോ ആണ്. അവിടെ ഇതിൻ്റെ മ്യൂസിക് ഡയറക്ടറായ ഷാൻ റഹ്മാൻ റെക്കോർഡിംഗ് സെക്ഷൻസായിട്ട് സ്ഥിരം വരുമായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ സൗഹൃദം വളർന്നു. ഞങ്ങൾ ഒന്നിച്ച് ഒരു 2 years ഇവിടെ എറണാകുളത്ത് ബാച്ച് ലൈഫ് താമസിക്കുകയുണ്ടായിരുന്നു. ആ സമയത്ത് ഷാനിന് ഒരു മ്യൂസിക് ആൽബം ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. കേരളത്തിലെ ലീഡിങ് സിംഗേഴ്സിനെയൊക്കെ വെച്ചിട്ട് ഒരു മ്യൂസിക് ആൽബം ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ സമയത്താണ് വിനീത് ശ്രീനിവാസൻ പിക്ചറിലേക്ക് വരുന്നത്. വിനീത് ശ്രീനിവാസൻ ഷാനുമായിട്ട് നല്ല ഫ്രണ്ടായി. അങ്ങനെ ഞങ്ങൾ തമ്മിലൊക്കെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ വിനീത്തിന് ഒരു സോളോ ആൽബം ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ വിനീത് അത് ഷാനോട് പറയുകയും, അപ്പോൾ ഷാൻ അത് എന്നോട് സംസാരിച്ചപ്പോൾ എനിക്കും വളരെ താല്പര്യം തോന്നി. കാരണം വിനീത് ശ്രീനിവാസനെ പോലെയുള്ള ഒരു ഗായകൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയ സന്തോഷമുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കോഫി അറ്റ് എം ജി റോഡ് എന്നുള്ള പ്രോജക്റ്റ് സ്റ്റാർട്ടായത്. ഇത് ആക്ച്വലി ഒരു 2 years ബിഫോർ പ്ലാൻ ചെയ്ത പ്രോജക്റ്റാണ്. ഇതിൻ്റെ ഇടയ്ക്ക് മലയാളി എന്ന് പറഞ്ഞ ഒരു ആൽബത്തിൽ വിനീതൊക്കെ വർക്ക് ചെയ്തപ്പോൾ ഒരു ചെറിയ ഡിലേ വന്നു. പിന്നെ സൈക്കിൾ വന്നു. എന്തായാലും ഇപ്പോൾ പൂർവാധിക ശക്തിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഇനി ആൽബത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഈ ആൽബത്തിൽ 8 പാട്ടുകളാണ് അടങ്ങിയിരിക്കുന്നത്. തികച്ചും വ്യത്യസ്തമായ 8 പാട്ടുകളാണ്. എല്ലാ തരം ഓഡിയൻസിനും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് നമ്മളത് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ പാട്ടുകളെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇതിൽ 8 പാട്ടുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ആൽബമാണ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നത്. അത് എല്ലാം ഡിഫറെൻറ്റ് കോൺസെപ്റ്റുകൾ വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. ഇതിൽ ആക്ച്വലി 4 ലാംഗ്വേജിൽ ഉള്ള പാട്ടുകളുണ്ട്. മെയിൻലി നമ്മൾ മലയാളമാണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇംഗ്ലീഷ്, ഹിന്ദി, തമിഴ്, ഈ 3 ലാംഗ്വേജും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ആൽബത്തിൽ 2 വീഡിയോകളാണുള്ളത്. ഒന്ന് പലവട്ടം എന്ന് പറയുന്ന ഒരു കോമഡി സോങ് ഉണ്ട്. അത് എല്ലാ തരം ഓഡിയൻസുകൾക്കും റീച്ച് ആവുന്ന രീതിയിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, മലയാളത്തിലെ ലീഡിങ് കോമഡി ആർട്ടിസ്റ്റായ മിസ്റ്റർ സലീം കുമാറാണ് അതിൽ അഭിനയിച്ചിരിക്കുന്നത്. വളരെ വ്യത്യസ്തമായിട്ടാണ് നമ്മൾ സലീം കുമാറിനെ അതിൽ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ആർട്ടും കാര്യങ്ങളും ഒക്കെ വളരെ വ്യത്യസ്തമായിട്ട്, മലയാളത്തിൽ ഇതുവരെ അങ്ങനെ ഒരു ആൽബം ആരും ചെയ്തിട്ടില്ലെന്ന് ഉറപ്പായിട്ടും എനിക്ക് പറയാൻ പറ്റും.
മറ്റൊരു പാട്ടെന്ന് പറയുന്നത് അതിൽ കോളേജ് എന്ന് പറഞ്ഞ ബേസ് ചെയ്ത ടോട്ടലി ഡിഫറെൻറ്റ് കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഒരു ആൽബമാണ്. അതിൽ വിനീതും ഷാനും തന്നെയാണ് അഭിനയിച്ചിരിക്കുന്നത്. ഇനി ഈ ആൽബത്തിൻ്റെ ഈ പ്രോജക്റ്റിൻ്റെ ക്രൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാവരും നമ്മുടെ ഒരു സർക്കിളിലുള്ള ആളുകൾ തന്നെയാണ്. എല്ലാവരും വളരെ ക്ലോസ്ലി കണക്റ്റഡ് ആയിട്ടുള്ള നല്ല സുഹൃത്തുക്കളാണ് ഇതിൻ്റെ ബിഹൈൻഡിൽ വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ സിനിമോട്ടോഗ്രാഫർ ആയിക്കോട്ടെ, എഡിറ്റർ ആയിക്കോട്ടെ, ആർട്ട് ഡയറക്ടർ ആയിക്കോട്ടെ, എല്ലാവരും നമ്മുടെ വളരെ അടുത്ത് ഉള്ള ആളുകളാണ്. ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫർ എന്ന് പറയുന്നത് സുജിത് സാരംഗ്, ഇതിൻ്റെ എഡിറ്റർ എന്ന് പറയുന്നത് ശ്രീജിത്ത് സാരംഗ്, രണ്ടുപേരും ബ്രദേഴ്സാണ്. പിന്നെ ഇതിൻ്റെ ആർട്ട് ചെയ്തിരിക്കുന്നത് നോബിൾ, ഇതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്തിരിക്കുന്നത് ഗോകുൽ. എല്ലാവരും വളരെ അടുത്ത കൂട്ടുകാർ തന്നെയാണ്. ഇത് ടോട്ടലി ഒരു യങ്സ്റ്റേഴ്സിൻ്റെ ഒരു പ്രോജക്റ്റാണ്. അത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇത് കണ്ടു കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. പിന്നെ പറയാനുള്ളത്, ഇത് കാണുന്ന ഓരോരുത്തരും അവരും അവരുടെ കൂട്ടുകാരോടും പറയേണ്ട ഒരേ ഒരു കാര്യം, ഇത് ദയവ് ചെയ്ത് ഇതിൻ്റെ ഒറിജിനൽ CD വാങ്ങിക്കുക. കാരണം പൈറസി പ്രോബ്ലം ഞങ്ങൾക്കൊക്കെ ഈ ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ പിന്നെ ഒരു പ്രോജക്റ്റ് ഒരിക്കലും ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള പ്രോബ്ലംസാണ്. ഇത് നന്നായിട്ട് വരണമെങ്കിൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒറിജിനൽ CDs തന്നെ വാങ്ങിക്കണം. ഇത് നല്ല രീതിയിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഇത് കഴിഞ്ഞിട്ട് ഇതുപോലെ തന്നെ നല്ല പ്രോജക്ട്സ് ഇനിയും തുടർന്ന് ചെയ്യണമെന്ന് നല്ല അതിയായ ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന് തീർച്ചയായിട്ടും നിങ്ങളുടെ സഹകരണം ആവശ്യമാണ്.